شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا يا رب شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനരായ സഹോദര സഹോദരിമാരെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൂറത്തുൽ മുസ്സമ്മിലാണ്. 1 മുതൽ 4 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൽ മുസ്സമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു ഔ ഇൻഖുസ് മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ. സദഖല്ലാഹുൽ അലിയ്യുൽ അളീം. മൂടിപ്പുതച്ച് കിടന്നിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എഴുന്നേറ്റ് പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനാണ് അല്ലാഹു തആല ആഹ്വാനം ചെയ്യുന്നത്. അതോടൊപ്പം രാത്രിയിൽ നിന്ന് നിസ്കരിക്കണമെന്നും പരിശുദ്ധ ഖുർആൻ തർത്തീലനുസരിച്ച് സാവധാനം ഓതണമെന്നും ചിന്തിച്ച് ഓതണമെന്നും അള്ളാഹു നബിയോട് ആജ്ഞാപിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഖിയാമുൽ ലൈലിനെ കുറിച്ചാണ് അല്ലേ. ഏറ്റവും അവസാനമായി പറഞ്ഞു വെച്ചത് ഖിയാമുൽ ലൈൽ, അതല്ലെങ്കിൽ തഹജ്ജുദ് നമസ്കാരം ഹൃദയ ശുദ്ധീകരണത്തിന് ഏറ്റവും പര്യാപ്തമായതാണ് എന്നാണ്. ഫർള് നിസ്കാരങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള നിസ്കാരം രാത്രിയിലെ സുന്നത്ത് നിസ്കാരമാണ്, അതായത് തഹജ്ജുദാണ് എന്നും നമ്മൾ ഇമാം മുസ്ലിം ഉദ്ധരിച്ച, ഇമാം അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹിമ ഉദ്ധരിച്ച ഹദീസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. എപ്പോഴാണ് തഹജ്ജുദിന്റെ സമയം തുടങ്ങുന്നത്, എപ്പോഴാണ് അത് അവസാനിക്കുന്നത്? രാത്രി ഒന്ന് ഉറങ്ങി എഴുന്നേറ്റതിൻ്റെ ശേഷമാണ് തഹജ്ജുദിന്റെ സമയം ആരംഭിക്കുന്നത്. അപ്പോൾ അവിടുന്ന് എന്ത് മനസ്സിലായി? തീരെ ഉറങ്ങാത്ത ആളുകൾക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റൂല എന്ന് മനസ്സിലായി. അവർക്ക് തഹജ്ജുദ് നിസ്കാരമല്ല. ഇപ്പോൾ ഉറക്കം എന്ന് പറഞ്ഞാൽ ശരിക്കും ബെഡ്റൂമിൽ പോയി ബെഡിൽ തന്നെ കടന്ന് ശരിയായ എല്ലാ ദിവസവും ഉറങ്ങുന്ന പോലെ സാധാരണ ഉറക്കം അങ്ങനെ ആവണമെന്നില്ല. യാത്രയിലൊന്നിങ്ങനെ മെല്ലെ വാങ്ങിയാൽ ആ ഒരു ഉറക്കം അതും മതി. യാത്രയിൽ ഉറങ്ങിയാലും ശരി, അതിനുശേഷം തഹജ്ജുദ് നിസ്കരിക്കാവുന്നതാണ്. ഇപ്പം നമ്മൾ പുറത്തെവിടെയും പോയി വരികയാണ്, വീട്ടിലേക്ക് എത്താൻ നേരെ വൈകുന്നുണ്ട്, 10-11 മണിയായി വീട്ടിലേക്ക് എത്താൻ, അല്ലെങ്കിൽ 9 മണിയായി തന്നെ കൂട്ടുക. നമ്മൾ വണ്ടിയിൽ നിന്ന് ഉറങ്ങിയിട്ടില്ല, ആ ഉറക്കം മതി നമുക്ക് എന്താക്കാൻ, തഹജ്ജുദ് നമസ്കരിക്കാൻ. ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കണം, ഒന്ന് ഉറങ്ങി ഉണരണം എന്നേ ഉള്ളൂ. തഹജ്ജുദ് നമസ്കാരത്തിന് ജമാഅത്ത് സുന്നത്തില്ല, അത് ഓരോരുത്തരും ഒറ്റക്കൊറ്റക്കാണ് നിർവഹിക്കേണ്ടത്. തഹജ്ജുദ് നമസ്കാരം ചുരുങ്ങിയത് 2 റക്അത്താണ്, കൂടിയാൽ അത് എത്രയും ആവാം എന്നാണ്. എത്രയും ആവാം. ദിവസവും 300-500 ഒക്കെ റക്അത്ത് നിസ്കരിച്ചിരുന്ന മഹാമനീഷികൾ നമ്മുടെ മുൻഗാമികളിൽ ഉണ്ടായിരുന്ന ചരിത്രം കാണാം. ചുരുങ്ങിയത് 2 റക്അത്താണ് എന്ന് പറഞ്ഞത് ഷാഫി മദ്ഹബ് പ്രകാരമാണ് കേട്ടോ. എത്ര വേണമെങ്കിലും നിസ്കരിക്കാമെന്ന് നമ്മൾ പറഞ്ഞത് നമ്മുടെ മദ്ഹബ് പ്രകാരമാണ്. ഹനഫി മദ്ഹബ് പ്രകാരം പരമാവധി 8 പറ്റുക. മാലിക്കി മദ്ഹബിൽ ഒരഭിപ്രായ പ്രകാരം 10, മറ്റൊരു അഭിപ്രായ പ്രകാരം 12, പരമാവധി 12 റക്അത്ത് നിസ്കരിക്കാവൂ എന്നൊക്കെ ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്തായാലും നമ്മുടെ മദ്ഹബിൽ അതിന് കയ്യില്ല, കണക്കില്ല, എത്ര വേണമെങ്കിലും നിസ്കരിക്കാവുന്നതാണ്. മിനിമം 2 റക്അത്ത് ഉണ്ടാവണമെന്നേ ഉള്ളൂ. സുബഹി ഫജ്ർ സാദിഖ് വെളിവാകുന്നത് വരെയാണ് തഹജ്ജുദിന്റെ സമയം. തഹജ്ജുദ് എന്ന് അറബിയിൽ പറഞ്ഞാൽ ഉറക്കമൊഴിയുക എന്നാണ് അർത്ഥം. ഉറക്കമൊഴിയുക. അപ്പോൾ അവിടെ തന്നെ മനസ്സിലാക്കാമല്ലോ, ഒന്ന് ഉറങ്ങിയിട്ട് പിന്നെ നിസ്കരിക്കുന്നതിന്, ഉറക്കമൊഴിച്ച് നിസ്കരിക്കുന്നതിനാണത് പറയുക എന്നത്. പരിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും ഒക്കെ ശരിക്ക് വ്യക്തമായി തന്നെ അതിന് ശ്രേഷ്ഠതകൾ വിവരിച്ചിട്ടുണ്ട്. പതിവായി ചെയ്യൽ വളരെ ഉത്തമമാണ് തഹജ്ജുദ് നിസ്കാരം. ഇത് പിശാചിൽ നിന്ന് നല്ലൊരു പരിച കൂടിയാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. നമ്മുടെ പിശാച് സ്വാധീനിക്കാതിരിക്കാൻ വളരെ ഒരു പ്രത്യേക കാവലാണ് തഹജ്ജുദ്. അതുകൊണ്ട് തന്നെ ഇത് പതിവാക്കി വരുന്ന ആളുകൾ ഉപേക്ഷിക്കുന്നത് ഗുണകരമല്ല, അതൊരു 2ാം നമ്പറാണ്. എന്നും പതിവാക്കുന്ന ഒരാൾ അത് ഒഴിവാക്കുക, അത് ചെയ്യാൻ പാടില്ല. അതൊരു മോശത്തരമാണ്. ചെയ്യുന്നത് ഹറാമായതുകൊണ്ട് പറയില്ല, അതൊരു മോശത്തരമാണ്, ഒരു ദുർലക്ഷണമായി കണക്കാക്കപ്പെടുന്നതാണ്. രാത്രി നിസ്കാരം പതിവാക്കിയതിൻ്റെ ശേഷം അത് ഉപേക്ഷിക്കാനിടയായ ഒരാളെപ്പോലെ നിങ്ങൾ ആവരുത് എന്ന്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ സ്വഹാബിയായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഉപദേശിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എന്ത് മനസ്സിലാക്കാം? അത് പതിവായി കൊണ്ട് നടക്കുന്ന ഒരു സ്വഭാവം തഹജ്ജുദിന്റെ വിഷയത്തിൽ ഉണ്ടെങ്കിൽ പിന്നെ അത് ഒഴിവാക്കുന്നത് ഗുണകരമല്ല. കാരണം നന്മയിൽ നിന്ന് പിന്മാറുക എന്നത് തന്നെയാണ് അവിടെ വരുന്ന ഒന്നാമത്തെ പ്രശ്നം. അതുപോലെ തന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു സാലിം എന്നവർ ഉദ്ധരിക്കുന്ന ഒരു ഹദീസുണ്ട്. അദ്ദേഹത്തിന്റെ പിതാവായ ഇബ്നു ഉമറിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ആരെങ്കിലൊക്കെ സ്വപ്നങ്ങൾ കണ്ടാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയും അതിന്റെ വ്യാഖ്യാനം അന്വേഷിക്കുകയും അതല്ലെങ്കിൽ ഇന്നത് കണ്ടു എന്ന് പറയുകയെങ്കിലും ചെയ്യുക പതിവായിരുന്നു എന്നാണ്. ഏതായാലും ഇദ്ദേഹത്തിനും വലിയ പൂതിയായി. പിന്നെ എന്താണ് പറയുക, ഒരു സ്വപ്നം, ഇബ്നു ഉമർ എന്നവർക്കും ഒരു സ്വപ്നം കാണാനും അത് നബിയോടൊന്ന് പറയാനും ഒക്കെ ഒരു ആഗ്രഹം. അന്ന് അദ്ദേഹം യുവാവാണ്, കല്യാണം കഴിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പള്ളിയിലാണ് കിടത്തം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലാണ് ഉറങ്ങാൻ കിടക്കാറുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ ആഗ്രഹം പോലെ ഒരു ദിവസം സ്വപ്നം കണ്ടു. 2 മലക്കുകൾ വരികയാണ്. 2 മലക്കുകൾ വന്നിട്ട് അദ്ദേഹത്തെ പിടിച്ച് നരകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതായിട്ടാണ് സ്വപ്നം കണ്ടത്. ഭയങ്കര സ്വപ്നം കണ്ടത്. 2 മലക്കുകൾ വന്നിട്ട് മൂപ്പരെ കൂട്ടി നരകത്തിലേക്കാണ് പോയി. നരകത്തിന്റെ അവിടെ ചെന്ന് നോക്കുമ്പോൾ കിണർ പടുക്കുന്നത് പോലെ നരകത്തിന്റെ ഓരങ്ങൾ, അതിന്റെ സൈഡ് ഇങ്ങനെ പടുത്തു വെച്ചിട്ടുണ്ട്. അതിന്റെ മേൽഭാഗത്ത് 2 വലിയ തൂണുകളുണ്ട്. നരകത്തിലേക്ക് മൂപ്പര് നോക്കിയപ്പോൾ അതാ അദ്ദേഹം അറിയുന്ന കുറേ മനുഷ്യർ, അദ്ദേഹത്തിന് തിരിച്ചറിയാൻ കഴിയുന്ന കുറെ ആളുകൾ. അദ്ദേഹം ആകെ പേടിച്ചുപോയി. അദ്ദേഹം പറയാൻ തുടങ്ങി, റബ്ബേ നീ എന്നെ ഈ നരകത്തിൽ നിന്ന് കാക്കണമേ, അല്ലാഹുവേ നിന്നോട് ഞാൻ നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കുന്നു. അദ്ദേഹം ദുആ ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് മറ്റൊരു മലക്ക് വന്ന് ഇദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട, പേടിക്കേണ്ടതില്ല എന്ന് അദ്ദേഹത്തോട് പറയുകയും ചെയ്തു. ഇതാണ് സ്വപ്നം. ഈ സ്വപ്നം പിറ്റേന്ന് തന്നെ ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു കൊടുത്തു. ഹഫ്സ ബീവി എന്ത് ചെയ്തു? റളിയല്ലാഹു അൻഹ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വപ്നം കേട്ടതിന് ശേഷം ഇങ്ങനെ പറഞ്ഞു, അതായത് അബ്ദുല്ലാഹ് ഇബ്നു ഉമറാണ്. അബ്ദുള്ള നല്ലൊരു മനുഷ്യനാണ്, നല്ല മനുഷ്യനാണ് അദ്ദേഹം. പക്ഷേ രാത്രിയിൽ നിസ്കരിക്കുക കൂടി ചെയ്തെങ്കിൽ വളരെ നന്നായിരുന്നു. അങ്ങനെ ഒരു കമന്റ് പാസ്സാക്കി എന്നാണ്. മൂപ്പര് നല്ല മനുഷ്യനാണ്, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ നല്ല മനുഷ്യനാണ്. എന്താണ് പറയാ, രാത്രി നിന്ന് നിസ്കരിക്കുക, രാത്രി തഹജ്ജുദിന്റെ ഒരു ശീലം കൂടെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നെങ്കിൽ, ചെറുപ്പമാണ്, വളരെ നന്നായിരുന്നു എന്ന് പറഞ്ഞു. ഇത് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങൾ ഇത് അറിഞ്ഞപ്പോ മൂപ്പര് പറയാ, ഇതിങ്ങോട്ട് പറഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ രാത്രി കുറച്ച് ഞാൻ ഉറങ്ങാറുണ്ടായിരുന്നുള്ളൂ, ബാക്കി എല്ലാ സമയവും ഞാൻ തഹജ്ജുദ് നിസ്കരിക്കുക പതിവായിരുന്നു. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ്. ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന, പ്രത്യേകിച്ച് ആഖിറത്തിൽ ദുനിയാവിലും നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു ഇബാദത്താണ് എന്ന് ഈ സംഭവങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഉന്മേഷം ലഭിക്കാൻ നല്ല 1-ാം നമ്പർ മരുന്നാണ് തഹജ്ജുദ്. നമ്മൾ തിരിച്ചാ മനസ്സിലാക്കല്ലേ, ആ സമയത്ത് ഇപ്പോൾ ഉറക്കണീറ്റിട്ട് ഉറക്കമൊക്കെ കളഞ്ഞിട്ട് നിസ്കരിച്ചാൽ പിന്നെ ഉറക്കം വരില്ല. അങ്ങനെയല്ല, അത് മനസ്സറിഞ്ഞുള്ള നിസ്കാരമാണെങ്കിൽ മുത്തഖീങ്ങളായി നല്ല ഇഖ്ലാസോടുകൂടെ അള്ളാഹുവിനോട് നേരിട്ട് സംഭാഷണം നടത്തിയിട്ടുള്ള ആ ഉറക്കത്തിന്റെ സമയത്ത്, എല്ലാവരും ഉറങ്ങുന്ന സമയത്ത്, നിശബ്ദമായ സമയത്ത് ആ ഒരു സംസാരം അള്ളാഹുവിനോട് നടത്തി അങ്ങനെ നിസ്കരിച്ചാൽ അത് ഉന്മേഷത്തിന് കാരണം തന്നെയാണ്, ഹൃദയം ശുദ്ധിയാവാനും കാരണമാണ്. ഇശാക്ക് ശേഷം പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇശാ നിസ്കരിച്ചതിന് ശേഷം ഉറങ്ങാനാണ് ഏറ്റവും നല്ലത്. ഇപ്പൊ ഇശാന് മുമ്പ് ഉറങ്ങിയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇശാ നിസ്കരിക്കുന്നതിന് മുമ്പ് ഉറങ്ങുന്നത് കറാഹത്താണ് എന്ന അഭിപ്രായമുണ്ട്. ഇശാക്ക് ശേഷം ഒന്ന് ഉറങ്ങി എണീറ്റത് മുതലാണ് ശരിക്കും തഹജ്ജുദിന്റെ സമയം തുടങ്ങുക. സമയം അതിന് മുമ്പ് തുടങ്ങുമെങ്കിലും ഇശാ നിസ്കരിച്ചതിന് ശേഷം ഉറങ്ങുന്നതാണ് നല്ലത്. എപ്പോഴെങ്കിലും ഒന്ന് രാത്രി ഉറങ്ങിയാലും ഇശാന് മുമ്പ് ഉറങ്ങിയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ അത് കറാഹത്താണ് എന്നുണ്ട്. തഹജ്ജുദിന്റെ ഏറ്റവും നല്ല സമയം അത്താഴത്തിന്റെ സമയമാണ്. ഉറങ്ങുന്നതിന് മുമ്പ് വിത്ർ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഉണർന്ന ശേഷം അത് നിസ്കരിക്കുന്നതിലൂടെ തന്നെ തഹജ്ജുദിന്റെയും പ്രതിഫലം ലഭിക്കും എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിയുമെങ്കിൽ വേറെ തന്നെ നിസ്കരിക്കുക, ഒന്ന് എഴുന്നേൽക്കുക, 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുക, അതിനുശേഷം 3 റക്അത്ത് മിനിമം വിത്ർ നിസ്കരിക്കുക. 1 റക്അത്ത് മതി മിനിമം, പക്ഷെ 1 റക്അത്തിൽ എന്നും പതിവാക്കുന്നത് ഗുണകരമല്ല. അതുകൊണ്ട് 3 റക്അത്ത്, അപ്പോൾ 5 റക്അത്ത് ആ സമയത്ത് നിസ്കരിക്കുക. 2 തഹജ്ജുദ് എന്ന് കരുതുക, ബാക്കി വിത്ർ എന്ന് കരുതുക. ഇനിയിപ്പോൾ സമയമെല്ലാം നോക്കുക, എന്നാൽ ആ വിത്ർ നിസ്കരിക്കുന്നതോട് കൂടെ തന്നെ തഹജ്ജുദിന്റെ പ്രതിഫലം ലഭിക്കും എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിത്തറിന്റെ രാത്രിയുടെ അവസാന പകുതിയിൽ എഴുന്നേറ്റ് വിത്തറിന് മുമ്പായി തഹജ്ജുദ് നിസ്കരിക്കുക, ഇതാണ് ഏറ്റവും ഉത്തമമായ രൂപം. ഇശാന്റെ സമയത്ത് ഇനി ഇശ നിസ്കരിക്കുന്നതിന് മുമ്പായി ഉറങ്ങിയാലും തഹജ്ജുദ് നിസ്കരിക്കാം കേട്ടോ.
പിന്നെ അപ്പോൾ അത് ആദ്യം പിന്നെ എഴുന്നേറ്റതിന് ശേഷം ആദ്യം ഇശ നിസ്കരിക്കുക, പിന്നെ തഹജ്ജുദ് നിസ്കരിക്കുക, പിന്നെ വിത്ർ എന്ന ക്രമത്തിൽ നിസ്കരിക്കുക. പക്ഷേ രാത്രി ഇശ നിസ്കരിക്കാതെ ഉറങ്ങൽ കറാഹത്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ ഇശ നിസ്കരിച്ചിട്ട് കിടക്കുക, പിന്നെ എണീക്കുക, നിസ്കരിക്കുക. അത് അവസാന സമയത്താകുമ്പോൾ ഏറ്റവും ഉത്തമമായി. ഇനി മറ്റു യാത്രകളിലോ മറ്റോ ഒക്കെ ആണെങ്കിൽ അത് കഴിഞ്ഞാൽ ആ ഒരു ഉറക്കവും മതി, തഹജ്ജുദിൻ്റെ കൂലി കിട്ടും. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. തഹജ്ജുദിൽ പ്രത്യേകമായി ഓതേണ്ട സൂറത്തുകൾ പ്രബലമായി ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ ഏതും നമുക്ക് ഓതാം, നേരത്തെ പറഞ്ഞ പോലെ വിത്റും തഹജ്ജുദും ഒന്നിച്ച് നിസ്കരിക്കുകയാണെങ്കിൽ അവസാന റക്അത്ത് വിത്റിലെ പോലെ ഒറ്റയാക്കണം, അല്ലേ? അതേപോലെ തന്നെ അവസാനത്തെ 3 റക്അത്തുകളിൽ സാധാരണ വിത്റിൽ ഓതുന്നത് പോലെ സൂറത്തുൽ ആലയും സബ്ബിഹസ്മ റബ്ബിക്കൽ ആലയും അതിനുശേഷം കാഫിറൂനയും പിന്നെ ഇഖ്ലാസ് അൽ മുഅവ്വിദത്തൈൻ ഇതൊക്കെ ഓതലും സുന്നത്താണ്. തഹജ്ജുദിൽ ഇത്ര എന്നത് ഓതണം എന്ന് പ്രത്യേകമായി വന്നിട്ടില്ല. പക്ഷേ വലിയ സൂറത്തുകൾ ഓതുക, നീണ്ട സൂറത്തുകൾ ഓതുക, കുറേ സമയം നിൽക്കുക, ഇതൊക്കെ വളരെ കൂലി കിട്ടുന്ന കാര്യമാണ്. തഹജ്ജുദിനെ പ്രത്യേകം മാറ്റുകൂട്ടുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ഖുർആൻ മനഃപ്പാഠമാക്കിയ ആളുകൾക്ക്, ഹാഫിളീങ്ങൾക്ക് ഇത് കൃത്യമായി കർമ്മപ്രകാരം ഇങ്ങനെ ഓരോ ദിവസവും തഹജ്ജുദിൽ ഓതി വന്നാൽ അത് ആ അറ്റാച്ച്മെൻറ്റ് നിലനിർത്താനും മറന്നു പോകാതിരിക്കാനും കൂടി സഹായിക്കും. അതോടൊപ്പം ഒരുപാട് പ്രതിഫലം അവർക്ക് നേടിയെടുക്കാനും കഴിയും. ഇതൊക്കെ എല്ലാവരും അറിയുന്ന അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പിന്നെ മനസ്സിലാക്കി വെക്കേണ്ട വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, ഒരാൾ രാത്രി 10 ആയത്തുകൾ ഓതി തഹജ്ജുദ് നിസ്കരിച്ചാൽ അവന് ഒരു കൂമ്പാരം പ്രതിഫലമുണ്ട്. ആ കൂമ്പാരം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഈ ലോകവും അതിലുള്ളത് മുഴുവനും ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമായിരിക്കും ആ ഒരു കൂമ്പാരം. അപ്പം നിങ്ങൾ അതിൻ്റെ കനം നോക്കി. ഓരോ അള്ളാഹു അവനോട് പറയുമത്ര ഖിയാമത്ത് നാളിൽ, നീ ഓരോ ആയത്തിനനുസരിച്ചും ഓരോ പടികൾ കയറിക്കൊള്ളുക, ആയത്തുകൾ തീരും വരെ ഇങ്ങനെ നീ തുടരുക. അങ്ങനെ എത്ര ആയത്തോതി നിസ്കരിക്കുന്നുവോ അതിനനുസരിച്ച് അദ്ദേഹം ഉയർന്ന പദവികളിൽ എത്തിച്ചേരും. ഇമാം തുബ്രാനി ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അംർ ഇബ്നു ആസ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറയുന്നു, 10 ആയത്തുകൾ ഓതി ഒരാൾ തഹജ്ജുദ് നിസ്കരിച്ചാൽ അവൻ ഒരിക്കലും ഗാഫിലിങ്ങളുടെ കൂട്ടത്തിൽ പെടുകയില്ല. ഗാഫിൽ എന്ന് പറഞ്ഞാൽ അശ്രദ്ധരുടെ കൂട്ടത്തിൽ പെടില്ല. നമ്മളൊക്കെ ഗാഫിലിങ്ങളുടെ കൂട്ടത്തിൽ പെടുന്ന ആളുകളാണ്. പലപ്പോഴും പലതും ശ്രദ്ധിക്കാതെ, ദിക്റുകൾ ചൊല്ലാതെ, അല്ലെ ഖുർആൻ ഓതാതെ എപ്പോഴും ഗഫലത്തിൽ ഇങ്ങനെ നടക്കുന്ന ആളുകളാണ്. അപ്പോൾ 10 ആയത്തുകൾ ഓതി തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകൾ അതിൽ പെടുകയില്ല. 100 ആയത്തുകൾ ഓതി നിസ്കരിച്ചാൽ അയാളെ ആബിദീങ്ങളിൽ ചേർക്കപ്പെടും. ആബിദീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാധനാക്രമങ്ങൾ നിർവഹിക്കുന്നവരിൽ ചേർക്കപ്പെടും. 1000 ആയത്തുകൾ ഓതി നിസ്കരിച്ചാലോ അവൻ്റെ നാമം ഏറ്റവും ഉയർന്ന പ്രതിഫലം ലഭിക്കുന്ന ആളുകളുടെ പട്ടികയിൽ രേഖപ്പെടുത്തപ്പെടുകയും ചെയ്യും. അപ്പം ഇതാണ് തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ പ്രത്യേകത. തഹജ്ജുദ് നിസ്കാരത്തിൽ വറത്തിലിൽ ഖുർആന തർത്തീല എന്ന് പേര് 4-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല ചേർത്ത് പറഞ്ഞതിൻ്റെ ഒരു സാങ്കത്യം ഇപ്പോൾ ശരിക്കും മനസ്സിലായില്ലേ? തഹജ്ജുദും ഖുർആനോത്തും അഭേദ്യമായ ബന്ധമാണ്. എത്ര കഴിയോ അത്രയും നീട്ടി ഓതാൻ നമ്മൾ ശ്രമിക്കണം. പിന്നെ ഇനിയിപ്പോൾ എന്താണ് പറയുക, പ്രത്യേകിച്ച് ഹാഫിദീങ്ങൾക്കൊക്കെ അത് വളരെ സുഖകരമാണ്. അല്ലാത്ത ആളുകൾക്കും മനഃപ്പാടമുള്ള വലിയ സൂറകളൊക്കെ ഓതാമല്ലോ. ഇനി നോക്കി ഓതുന്നത് കൊണ്ടും നിസ്കാരത്തിൽ നമ്മുടെ മദ്ഹ് പ്രകാരം കുഴപ്പമില്ല. നമ്മളത് പിന്നെ നമ്മുടെ അനക്കങ്ങൾ കൂടാതിരുന്നാൽ മതി. പേജ് മറിക്കുമ്പോഴോ മറ്റോ ഒക്കെ, അതല്ലെങ്കിൽ മുമ്പിൽ മുസ്ഹഫ് തുറന്നു വെച്ച് ചെയ്യുന്നതിന് വിരോധമൊന്നുമില്ല. പരമാവധി ഏറ്റവും നല്ലത് മനഃപ്പാടമുള്ള അല്ലെങ്കിൽ മനഃപ്പാടമാക്കുകയോ കൂടുതൽ നേരം പിന്നെ ഓത്ത് ദീർഘിപ്പിക്കുകയോ അതിനുള്ള വഴികളൊക്കെ കണ്ടെത്തുകയോ ചെയ്യുന്നത് തന്നെയാണ്. അപ്പോഴാണ് അതിൻ്റെ മാറ്റുകൂടുക എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് ഇത് സംബന്ധമായി കുറച്ചുകൂടെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. സുബ്ഹാനകല്ലാഹു വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.